ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ചലനചിത്രം എന്ന ഭാഗത്തിലെ മീനും ഞാനും എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചലനചിത്രം. ചിത്രങ്ങളും ഫോട്ടോകളും കാഴ്ചയുടെ ജീവിതത്തിൻ്റെ ഒരു മാത്രയെ മാത്രം പകർത്തി വെക്കുന്നവയാണ്. എന്നാൽ കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും പൂർണ്ണമായും പകർത്തി അവ നാം നേരിട്ട് കാണുന്നത് പോലെയുള്ള അനുഭവം നൽകുന്ന കലാരൂപമാണ് ചലച്ചിത്രം അഥവാ സിനിമ. ചലച്ചിത്രങ്ങൾ ചലിക്കുന്ന ചിത്രങ്ങളാണ്. അവ സമൂഹത്തിന്റെ പ്രതിഫലനങ്ങളുമാണ്. ക്യാമറയുടെ കല എന്നും സിനിമയെ വിശേഷിപ്പിക്കാം. സിനിമ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉൾച്ചേർന്ന് വളരുന്നു. കുഞ്ഞു മീനുകളെ ആർക്കാണ് ഇഷ്ടമാവാത്തത്? അക്വേറിയം എന്ന് നമ്മൾ വിളിക്കുന്ന ചില്ലുപാത്രങ്ങളിൽ സദാസമയം കുമിളകൾ ഉയരുന്ന വെള്ളത്തിൽ പല വർണ്ണങ്ങളിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു മീനുകൾ നമ്മുടെ കണ്ണും കരളും കവരുന്നു. ടീച്ചറുടെ സഹായത്തോടെ ഒരു കുഞ്ഞു സിനിമ കാണാം. സിനിമ കണ്ടല്ലോ, ഇനി ഈ അശ്വചിത്രത്തിന്റെ ദൃശ്യരേഖ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സ്കൂളിൽ ഇതിന്റെ സിനിമ കാണുന്നതാണ്. അതിനുശേഷമാണ് ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞത് ചിത്രങ്ങളെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. ചിത്രം എന്ന് പറയുന്നത് ഒരു കാഴ്ച മാത്രമാണ്. പക്ഷെ അതിന് കൂടുതൽ പൂർണ്ണത നൽകുന്നത് എന്താണ്? ചലിക്കുന്ന ചിത്രങ്ങളായിട്ടുള്ള സിനിമയാണ് അല്ലെങ്കിൽ ചലച്ചിത്രമാണ്. അപ്പോൾ നമുക്ക് ഇത് വായിച്ചു നോക്കാം. മീനും ഞാനും എന്നുള്ളതാണ്. ഇറാനിയൻ സംവിധായകനായ ബാബക് ഫബീബിയർ സംവിധാനം ചെയ്ത ദ ഫിഷ് ആൻഡ് ദ ഐ എന്ന ചെറു സിനിമയുടെ ദൃശ്യരേഖയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീൻ 1. പകൽ. വീടിനകത്ത് അടുക്കള. വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്ന അടുക്കളയിലെ തട്ടിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒരു അലങ്കാര ചെടിയും ഒരു കണ്ണാടിയും കാണാം. വശത്തായി വെച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യം നീന്തി തുടിക്കുന്നുണ്ട്. സീൻ 2. മത്സ്യത്തിനെ ഇട്ടിരിക്കുന്ന പാത്രത്തിന്റെ ക്ലോസപ്പ് ഷോട്ട്. സീൻ 3. സ്റ്റവിൽ വെച്ചിരിക്കുന്ന കെറ്റലിൽ നിന്ന് ഒരു മനുഷ്യൻ ഗ്ലാസ്സിലേക്ക് കാപ്പി പകരുന്നു. അംഗവിക്ഷേപങ്ങളിൽ നിന്ന് അയാൾ കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് മനസ്സിലാകും. സീൻ 4. അദ്ദേഹം ചാരി നിന്ന് കാപ്പി കുടിക്കുന്നു. മീനിനെ നിക്ഷേപിച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിന്റെ താഴെ ക്യാമറ ചേർത്തു വെച്ചാണ് ചിത്രീകരണം. പാത്രത്തിനും വെള്ളത്തിനും അപ്പുറം അയാൾ കാപ്പി കുടിക്കുന്നത് തുടരുന്നു. പാത്രത്തിലെ മീൻ ചലിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ നിൽപ്പ് വലതുഭാഗത്ത് നിന്ന് കാപ്പി കുടിക്കുന്ന ദൃശ്യം വീണ്ടും. സീൻ 5. അദ്ദേഹം അടുക്കള സിങ്കിലെ പൈപ്പിൽ നിന്നും ഒരു ജഗ്ഗിലേക്ക് വെള്ളമെടുക്കുന്നു. മീഡിയം ഷോട്ടിലാണത്. കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാത്ത ഒരാളാണെന്ന് ഈ ഷോട്ടിൽ നിന്നും സുവ്യക്തം. സീൻ 6. അദ്ദേഹം തിരിഞ്ഞ് മീൻ നിക്ഷേപിച്ചിരിക്കുന്ന പാത്രത്തിന് സമീപമുള്ള അലങ്കാര ചെടിക്ക് നേരത്തെ ശേഖരിച്ച പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്നു. കൃത്യമായി ചെടിയിൽ വീഴാൻ അദ്ദേഹം തൻ്റെ ഇടതുകൈ വിരലുകളിലൂടെയാണ് വെള്ളമൊഴിക്കുന്നത്. ക്ലോസപ്പ് ഷോട്ട്. ശേഷം തിരിഞ്ഞു നിന്ന് വെള്ളമൊഴിക്കുന്നത് തുടരുന്നു. അടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്ന ഫോൺ ശബ്ദത്തോടെ സീൻ അവസാനിക്കുന്നു. ഫോൺ ശബ്ദം കേട്ട് അയാൾ പെട്ടെന്ന് തിരിയുമ്പോൾ അറിയാതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം തട്ടി മീനിനെ ഇരിക്കുന്ന ചില്ലുപാത്രം താഴേക്ക് വീഴുന്നു. മീഡിയം ക്ലോസ് ആൻഡ് ഷോട്ട്. സീൻ 7. ചില്ലുപാത്രം താഴേക്ക് വീണുടയുന്നു. ഹൈ ആംഗിൾ ഷോട്ടിലാണ് കാണിക്കുന്നത്. ആ മനുഷ്യന്റെ മുഖം ക്ലോസപ്പ് ആയിട്ട് എടുക്കുന്നു. പാത്രം വീണ ഉടഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ശബ്ദത്തിൽ നിന്നാണെന്നും മീനിന്റെ ജീവൻ അപകടത്തിലാണെന്നും അദ്ദേഹത്തിന്റെ ചകിതഭാവത്തിൽ നിന്ന് വ്യക്തം. സീൻ 8. പാത്രം പൊട്ടി നിലത്തു വീണ് പിടയുന്ന മീനിന്റെ ദൃശ്യവും അദ്ദേഹത്തിന്റെ ആശങ്ക നിറഞ്ഞ മുഖവും ചിത്രീകരിക്കുന്ന ഷോട്ടുകൾ ഈ സീനിൽ ഇടകലർന്ന് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. മീൻ പിടയുന്ന ദൃശ്യത്തിനൊപ്പം പശ്ചാത്തലത്തിൽ ഫോണിന്റെ ശബ്ദം ഒരു ആംബുലൻസ് സൈറൻ എന്ന പോലെ തുടരുന്നു. സീൻ 9. ഹൈ ആംഗിൾ ഷോട്ടിലാണ് എടുക്കുന്നത്. അയാൾ നിലത്തിരുന്ന് മീനിനു വേണ്ടി തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലു കഷ്ണങ്ങൾക്കിടയിൽ പരതുന്നു. ഹൈ ആംഗിൾ ഷോട്ട് തുടരുന്ന ഫോൺ ശബ്ദമാണ് കേൾക്കുന്നത്. ഒരു ഫോൺ റിങ് ചെയ്ത് തീരുന്ന സമയത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്ന സമയക്രമം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ജീവനു വേണ്ടി പിടയുന്ന മീൻ കുഞ്ഞ്. ക്ലോസ് ആപ്പ് ഷോട്ട്. ദെൻ സീൻ 10. താഴെ വീണ മീനിനു വേണ്ടി പരതുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് അത് നിർത്തി മറ്റെന്തോ തിരയുന്നു. ക്യാമറ തറയോട് ചേർത്ത് വെച്ച് എടുത്ത ഷോട്ട്. അടുക്കളയിലെ വെള്ളം വാർന്നു പോകുന്ന പൈപ്പിന്റെ ദ്വാരം അദ്ദേഹത്തിന്റെ തറയിൽ കൈകൊണ്ട് പരതി കണ്ടുപിടിക്കുന്നു. ക്ലോസപ്പ് ഷോട്ട്. അദ്ദേഹത്തിന്റെ വ്യഗ്രതയാർന്ന മുഖം ക്ലോസപ്പ് ഷോട്ടാണ്. അടുത്ത സീൻ 11. അദ്ദേഹം എഴുന്നേറ്റ് തന്റെ മേൽക്കുപ്പായം തിടുക്കത്തിൽ അഴിച്ച് വെള്ളം പുറത്തു പോകുന്ന ആ പൈപ്പിന്റെ ദ്വാരം അടക്കുന്നു.
സീൻ 12 പാത്രം കഴുകുന്ന സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അയാൾ തുടർച്ചയായി തറയിലേക്ക് ഒഴിക്കുന്നു. മീഡിയം ഷോട്ടിലാണ് എടുക്കുന്നത്. വെള്ളം തറയിലേക്ക് ഒഴിക്കുന്നത് തുടർച്ചയായി കാണിക്കുമ്പോൾ ക്യാമറ വെള്ളമൊഴിക്കുന്ന പാത്രത്തിനൊപ്പം മുകളിലേക്കും താഴേക്കുമായി ചലിക്കുന്നുണ്ട്. സീൻ 13 അദ്ദേഹം ഒരു ഇഞ്ചോളം വെള്ളം നിറഞ്ഞ തറയിലിരുന്ന് നിലത്ത് വീണ കുഞ്ഞു മീനിനെ തിരയുന്നു. ടാപ്പിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ ക്ലോസപ്പ് ആൻഡ് ഷോട്ട്. ദെൻ സീൻ 14 മത്സ്യക്കുഞ്ഞിനെ കണ്ടെത്താനാവാതെ നിരാശനായി പരതുന്ന ശ്രമം ഉപേക്ഷിച്ചതുപോലെ അദ്ദേഹം നിലത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം ക്ലോസപ്പ് ഷോട്ടിലാണ്. പിയാനോ സംഗീതം ആരംഭിക്കുന്നു. സീൻ 15 ലോ ആംഗിൾ ഷോട്ട്. അദ്ദേഹത്തിന്റെ കൈകളുടെ ക്ലോസപ്പ് ദൃശ്യം. കമിഴ്ത്തി വെച്ചിരിക്കുന്ന കൈക്കുള്ളിലേക്ക് ആ മത്സ്യം നീന്തിയെത്തുന്നു. കൂട്ടിലേക്ക് എത്തുന്ന ഒരു ചെറു പക്ഷിയെ പോലെ. ഫെയ്ഡ് ഔട്ട്. ഇനി ക്യാമറക്കൊപ്പം നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. സിനിമയുടെ ദൃശ്യരേഖയിൽ ചില ഷോട്ടുകളുടെ പേരുകൾ നമ്മൾ വായിച്ചു അല്ലെ, അവയാണ് ഈ പരിചയപ്പെടുന്നത്. എന്താണ് വൈഡ് ഷോട്ട്? കഥാപാത്രങ്ങളെ മുഴുവനായി ഉൾപ്പെടുത്താനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്ന ദൃശ്യത്തെയാണ് നമ്മൾ വൈഡ് ഷോട്ട് എന്ന് പറയുന്നത്. വൈഡ് ഷോട്ട്. അടുത്ത ഫുൾ ഷോട്ടാണ്. സിനിമയിൽ കഥാപാത്രങ്ങളുടെ പൂർണ്ണമായ രൂപം സ്ക്രീനിൽ കാണിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ദൃശ്യമാണ്. ഇനി മീഡിയം അല്ലെങ്കിൽ മിഡ് ഷോട്ട് എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ ശരീരഭാഷ കൃത്യമായി കാണിക്കുന്നതിനായി വളരെ ദൂരെയല്ലാതെയും എന്നാൽ വളരെ അടുത്തല്ലാതെയും ചിത്രീകരിക്കുന്ന ദൃശ്യമാണ്. ഇനി ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുന്നത് വസ്തുക്കളെയും കഥാപാത്രങ്ങളെയും വളരെ അടുത്തായി കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ദൃശ്യമാണ്. ഇനി ഹൈ ആംഗിൾ ഷോട്ട് കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും മുകളിൽ നിന്നും താഴേക്ക് കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ദൃശ്യം. ഇനി ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യം പെട്ടെന്ന് അവസാനിപ്പിക്കാതെ പതുക്കെ ഇരുട്ടിലേക്ക് വന്ന് അവസാനിക്കുന്നതാണ് ഫെയ്ഡ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സിനിമയിലുള്ളത് അല്ലെങ്കിൽ ഒരു ദൃശ്യാവതരണത്തിൽ ഉള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഞാൻ കണ്ട സിനിമ എന്നുള്ളതാണ്. കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ചു വളർത്തുന്ന ഒരു കുഞ്ഞുമീനും കഥാപാത്രങ്ങളായ ഈ കൊച്ചു സിനിമ നമ്മളോട് എന്തെല്ലാം പറയുന്നുണ്ട്? സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ. കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്ന കാര്യങ്ങളെന്നും അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് നോക്കാം. മീനും ഞാനും എന്ന ചലച്ചിത്രം കാഴ്ചയില്ലാത്ത ഒരാളും അയാൾ വളർത്തുന്ന ഒരു കുഞ്ഞുമീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈകാരിക ബന്ധങ്ങളുടെ ആഴവും നിസ്സഹായാവസ്ഥയുടെ ശക്തിയും മനോഹരമായി വരച്ചു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യന് തൻ്റെ കൂട്ടായ കുഞ്ഞുമീന് എന്ന സഹജീവിയോട് കാണിക്കുന്ന ഊഷ്മളമായ സ്നേഹവും കരുതലും ഇവിടെ വരച്ചു കാണിക്കുന്നു. ഒരാളുടെ ശാരീരിക പരിമിതികൾ അവൻ്റെ കരുതലിനെയും മനുഷ്യത്വത്തെയും തടസ്സപ്പെടുത്താനാവില്ല എന്നും ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. സംഭാഷണങ്ങൾ ഒന്നുമില്ല എങ്കിലും ക്യാമറകളുടെ ഭാഷ, ക്ലോസപ്പ്, ഹൈ ആംഗിൾ, ലോ ആംഗിൾ, ഫെയ്ഡ് ഔട്ട് തുടങ്ങിയ ഷോട്ടുകൾ കഥയെ കൂടുതൽ ആഴത്തിൽ പതിപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്തൊക്കെയാണ് ആ ഒരു ചലച്ചിത്രത്തിൽ പറയുന്നത്, അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഷോട്ടിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ കണ്ട സിനിമ എന്ന് പറഞ്ഞിട്ട് ലഘുവിവരണം എഴുതുന്നത് സൂത്രവാക്യം എന്ന 2025 ഇറങ്ങിയിട്ടുള്ള സിനിമയെ കുറിച്ചിട്ടാണ്. സൂത്രവാക്യം ഹൃദയസ്പർശിയായ സാമൂഹിക പ്രമേയ ചിത്രമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ജോലിയോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്കായി സുതാര്യമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്നതും ശൈക്ഷണിക അവകാശങ്ങളിൽ പിറവിയുള്ള എല്ലാവർക്കും പഠനാവസരം ലഭിക്കണമെന്ന സന്ദേശമാണ് സിനിമ മുന്നോട്ട് വെക്കുന്നത്. പ്രധാന കഥാപാത്രമായ പോലീസ് ഓഫീസർ തൻ്റെ സർവീസ് സമയത്തെ ഒഴിവ് നേരം ഉപയോഗിച്ച് സർക്കാർ സ്കൂളിലെ പിന്നോക്ക മേഖലയിൽ നിന്നുള്ള കുട്ടികൾക്കായി ഗണിതം സൗജന്യമായി പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം പോലെ അത്യാവശ്യമായ മറ്റൊരു വസ്തുവില്ല എന്ന ബോധത്തിൽ നിന്ന് ഉള്ളതാണ് ആ ഒരു ദൗത്യം. ചിലരിൽ നിന്ന് എതിർപ്പും സംശയവും നേരിടുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സമർപ്പണവും കുട്ടികളുടെ വളർച്ചയിലേക്കുള്ള ബാധ്യതയും അവസാനം സമുദായത്തെ മാറ്റാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ലഘുവിവരണമാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് സിനിമയ്ക്കൊരു പോസ്റ്റർ എന്നുള്ളതാണ്. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ്. പ്രചരണത്തിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ ചലച്ചിത്ര പ്രദർശനം ദി ഫിഷ് ആൻഡ് ഐ എന്ന് കൊടുക്കാം. ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യനും അദ്ദേഹത്തിൻ്റെ പ്രിയ മത്സ്യവും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ കഥയാണ് ഇതിവൃത്തം. ഗവൺമെൻറ് UP സ്കൂൾ നന്മമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒക്ടോബർ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് സിനിമാ പ്രദർശനം സംഘടിപ്പിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെയും എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം, സ്കൂൾ ഓഡിറ്റോറിയം, സമയം എന്നൊക്കെ പറഞ്ഞിട്ടും എഴുതാവുന്നതാണ്. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള ചിത്രവും കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുക.
ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനം സിനിമാ ചിത്രങ്ങളിലൂടെ എന്നുള്ളതാണ്. സംഘങ്ങളായി തിരിഞ്ഞ് സിനിമയിലെ ദൃശ്യങ്ങൾ ചിത്രങ്ങളാക്കി സിനിമയിലുള്ളതുപോലെ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ഇവിടെ പറയുന്നത് അതേ രീതിയിൽ ചിത്രം വരയ്ക്കുക, എന്നിട്ട് അതിനൊന്ന് ക്രമപ്പെടുത്തി നോക്കുക. ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. അടുത്ത പാഠവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.